നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് പ്ലേലിസ്റ്റിൽ പോയിട്ടൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് You wish to send an email to Mlop, the author of the toilet, congratulating her on her achievements. Draft the mail. അപ്പോൾ നമ്മുടെ റൈറ്റർക്ക് ദ ടോയ്ലറ്റ് എന്നുള്ള വർക്കിൻ്റെ റൈറ്റർക്ക് നമ്മളൊരു മെയിൽ അയക്കുകയാണ് ആളുടെ അച്ചീവ്മെൻറ്റ്സിനൊക്കെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു മെയിൽ നമ്മളോട് കമ്പോസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കതിൽ ഫ്രമ്മും ടു ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലെറ്ററൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ പേരെഴുതുന്നു, അതേപോലെ നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ എന്താ പറയുക പിൻകോഡ്, മൊബൈൽ നമ്പർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതും. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും എഴുതാണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ കാണുന്നതാണ്. ലെറ്ററിൻ്റെയും ഇമെയിലിൻ്റെയും കൂടി ഫോമാറ്റ് മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഇമെയിലിൽ നമ്മൾ ഫോമാറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫ്രം അഡ്രസ്സ് ആണെങ്കിലും ടു അഡ്രസ്സ് ആണെങ്കിലും അതിൽ ജസ്റ്റ് നമ്മൾ വീട്ടുപേര്, സ്ഥലപ്പേര്, പിൻകോഡ് അതൊന്നും എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ് അല്ലെങ്കിൽ ഇമെയിലിൽ നമ്മൾ ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സൊക്കെ വരിക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ എക്സാമ്പിളായിട്ട് daliajacob123@gmail.com എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പേര് കൊടുക്കുക, പിന്നെ @gmail.com എന്നാണ് അതിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്. എല്ലാ ലെറ്റേഴ്സും അതേപോലെ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക, ഗ്യാപ്പ് ഒന്നും ഇടാണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ലെറ്ററിൽ കൊടുക്കുന്ന പോലെ ഒരിക്കലും നമ്മളിങ്ങനെ കുറേ ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്നും 3-4 ലൈനിലൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. I couldn't restrict myself from writing to you after reading your work, The Toilet. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർക്ക് ദ ടോയ്ലറ്റ് എന്നുള്ള വർക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുതാണ്ടിരിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഇറ്റ് ടച്ച്ഡ് മൈ ഹാർട്ട് ആൻഡ് ഇൻസ്പയർഡ് മീ ഡീപ്ലി. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അതെന്നെ വളരെ എൻ്റെ ഹൃദയത്തിനെ വളരെ നല്ല രീതിയിൽ സ്പർശിക്കുകയും അതേപോലെ തന്നെ വളരെ ആഴ്ന്നിറങ്ങി എന്നെ ഇൻസ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു അത്. I won't extend my hearty congratulations on your remarkable journey with wonderful fighting spirit so beautifully depicted in your story. അപ്പോൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസിനൊക്കെ ഇങ്ങനെ എത്രത്തോളം മനോഹരമായിട്ടാണ് നിങ്ങൾ തരണം ചെയ്തിട്ടുള്ളത്. ആ അത്തരത്തിലുള്ള ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ജേർണിയിലെ അല്ലെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ അതിന് കാണിച്ച ധൈര്യത്തിനെയൊക്കെ ഞാനൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Your tale of overcoming loneliness, alienation and immense challenges to pursue your passion for writing is truly evocative. അപ്പോൾ എഴുതാനുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനെ അതിന് തടസ്സമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ലോൺലിനെസ്സിനെയും ആ ഏകാന്തതയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ചാലഞ്ചുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത ആ ഒരു രീതി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക നമുക്ക് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. If I get a chance, I will definitely come to meet you in person. അപ്പോൾ എനിക്ക് കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ പവർഫുൾ എക്സ്പീരിയൻസസ് ടു അസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഓൾ ദി ബെസ്റ്റ് നമുക്ക് വിഷ് ചെയ്ത് എൻഡ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ പോയിന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതൽ എലാബറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന സിമ്പിൾ ഫോമാറ്റ് ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു എക്സാമ്പിൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് The pain you feel today is the strength you have tomorrow. How far is this true of Mlop's life? അപ്പോൾ അവരുടെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ സഫർ ചെയ്യുന്ന വേദനകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ നാളെ നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രെങ്ത് ആയിട്ട് എങ്ങനെ മാറുന്നു എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നാണ് ചോദിക്കുന്നത്. Attempt a write-up on how our personal struggles shape our future in the light of your reading of The Toilet. അപ്പോൾ ടോയ്ലറ്റ് എന്നുള്ള വർക്ക് വായിക്കുന്നതിൽ കൂടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടുകൾ എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടൊരു റൈറ്റപ്പ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനാ ടെക്സ്റ്റിൽ പറഞ്ഞ ഫസ്റ്റ് ലൈൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റിലായിട്ട് കൊടുക്കാം, അല്ല നമുക്ക് നമ്മുടെ ക്രിയേറ്റീവായ എന്തെങ്കിലും ടൈറ്റിൽസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദ പെയിൻ യു ഫീൽ ടുഡേ ഇസ് എ സ്ട്രെങ്ത് യു ഹാവ് ടുമോറോ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനയാണ് നാളേക്ക് അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ ശക്തിയായിട്ട് മാറാൻ പോകുന്നത് എന്നൊരു ടൈറ്റിൽ നമുക്ക് ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. Mlop's inspiring journey involves conquering societal and familial challenges to pursue her passion. Despite her mother's desire for her to pursue a respectable nursing career, Mlop had different aspirations. അപ്പോൾ അതായത് ഒരുപാട് എന്താ പറയുക സാമൂഹികമായിട്ടും അതേപോലെ കുടുംബപരമായിട്ടും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ Mlopൻ്റെ ജേർണി എന്ന് പറയുന്നത് വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു നേഴ്സ് ആയി കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആൾക്ക് റൈറ്റർ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയുക നഴ്സിംഗ് എന്നതിനപ്പുറം മറ്റൊരു കരിയറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പാഷനാണ് ആൾക്ക് ഉണ്ടായിരുന്നത്. ഫോളോയിങ് ഹർ മെട്രിക് എക്സാംസ് ഷീ റീലൊക്കേറ്റഡ് ടു
ജോഹന്നസ്ബർഗ് ടു ലിവ് വിത്ത് ഹർ സിസ്റ്റർ ഐറിൻ ഹു വർക്ക്ഡ് ആസ് എ ഡൊമസ്റ്റിക് വർക്കർ. അപ്പോൾ അങ്ങനെ എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ എന്ത് ചെയ്യാണ്, അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള ഐറിൻ്റെ അടുത്തേക്ക്, ആൾ അവിടെ ഡൊമസ്റ്റിക് വർക്കറായിട്ട് ജോഹന്നസ്ബർഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ അടുത്തേക്ക് താമസത്തിന് മാറുകയാണ്. ബ്ലോബ് എക്സ്പീരിയൻസ്ഡ് എക്സ്ട്രീം ലോൺലിനെസ് ആൻഡ് ഡിപ്രഷൻ വൈൽ സീക്രറ്റ്ലി റിസൈഡിങ് ഇൻ ഐറിൻസ് റൂം വിതൗട്ട് ഹെർ എംപ്ലോയേഴ്സ് നോളജ്. അപ്പോൾ ആളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറിൻ്റെ സിസ്റ്ററിൻ്റെ റൂമിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി ക്വാർട്ടേഴ്സ് പോലെ റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആരും അറിയാതെ, അതായത് സിസ്റ്റർ മാത്രം അറിഞ്ഞുകൊണ്ട് ഒളിച്ച് താമസിക്കുകയാണ് നമ്മുടെ മ്ലോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എംപ്ലോയർ അവർക്ക് ഐറിന് ജോലി കൊടുത്തിട്ടുള്ള ആൾ ഐറിന് താമസിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള റൂമാണ്. അവിടെ വേറെ ആർക്കും താമസിക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരറിയാതെയാണ് നമ്മുടെ മ്ലോപ്പ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും അവിടെ സിസ്റ്ററിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ആൾക്ക് ഭയങ്കര ഏകാന്തതയും വിഷമങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ചാപ്റ്റർ വായിച്ചപ്പോൾ കണ്ടതാണ്, ആളെ പൂട്ടിയിട്ടൊക്കെയാണ് സിസ്റ്റർ പോയിട്ടുണ്ടായിരുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല, പുറത്ത് കാണാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. After securing a short-term position at a clothing factory, she had to occupy herself before and after work in a public park restroom, which served as a sanctuary and private space. അപ്പോൾ അങ്ങനെ ആളെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷോർട്ട് ടേം ആയിട്ട് തൽക്കാലത്തേക്ക് ഒരു ക്ലോത്തിങ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ജോലിക്ക് പോകുന്നതിൻ്റെയും അതേപോലെ ജോലി കഴിഞ്ഞതിനും ശേഷം കുറച്ചധികം സമയം തന്നെ ആൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരു ടോയ്ലറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക് റെസ്റ്റ് റൂമിൻ്റെ അകത്ത് ആൾക്ക് അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആളെ സംബന്ധിച്ച് അത് ആൾക്കൊരു പ്രൈവറ്റ് സ്പേസ് ആയിരുന്നു. അത്രയും കംഫർട്ടും സമാധാനമൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമായിരുന്നു. ആൾക്ക് ആളുടെ എന്ന് പറയാൻ വേണ്ടി വേറെ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. It was that she envisioned her future and reignited her love for composing poetry and tales. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആളുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അതേപോലെ തന്നെ പോയട്രിയും ടെയിൽസും കഥകളും കവിതകളും ഒക്കെ എഴുതാനുള്ള ഒരു കഴിവുമൊക്കെ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിനൊക്കെ എന്താ പറയുക, അത്തരത്തിൽ ലിറ്ററേച്ചറിനോട് അല്ലെങ്കിൽ എഴുതാനുള്ള ഒരു സ്നേഹത്തിനൊക്കെ അവർ കണ്ടുപിടിച്ചതൊക്കെ അതിനകത്ത് ഇരുന്നിട്ടായിരുന്നു. Her courageous confrontations with harsh circumstances and her determination to pursue her aspirations transformed her painful encounters with isolation and societal exclusion into sources of resilience. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിനൊക്കെയും ആൾ എന്ത് ചെയ്യാണ്, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും ആളുടെ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ സധൈര്യപൂർവ്വം എന്ത് ചെയ്യാണ്, ആൾ അതിനെയൊക്കെ ഫേസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. In short, The Toilet by Ina Mlop demonstrates that facing personal challenges can result in resilience and personal development. അപ്പം നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്, നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് വരുന്ന ചാലഞ്ചസുകൾ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് മുഖം തിരിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ അതിനെ എസ്കേപ്പ് ചെയ്യാൻ നോക്കണ്ട, അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, ഏതൊരു തരത്തിലും നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ഏത് ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് ഡെവലപ്മെൻറ്റ് മാത്രമാണ് കൊണ്ടുവരുള്ളൂ എന്നൊരു എന്താ പറയുക ഗുണപാഠം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവുന്നത്. The transformation from loneliness to artistic exploration serves as a powerful reminder that our difficulties can empower us and guide us towards our calling. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ലോൺലിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്താണോ അതിലേക്ക് വഴിതിരിച്ച് വിടാനാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും നമുക്ക് എന്തിൻ്റെ വിളിയാണോ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിയിരിക്കുന്ന കഴിവ്, അതിലേക്ക് അത് നമ്മളെ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്കൊരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ വരുന്നത് ഒരു കോൺവെർസേഷനാണ്, സിസ്റ്റേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ, ഐറിനും മ്ലോപ്പും തമ്മിലുള്ള കോൺവെർസേഷനാണ്. മ്ലോപ്പ് ഹാസ് എ കോൺവെർസേഷൻ വിത്ത് ഹെർ സിസ്റ്റർ ഓൺ ദ ഹൊറിഫൈങ് എക്സ്പീരിയൻസ് ഓഫ് ഹെർ എൻകൗണ്ടർ വിത്ത് ദ ഡോഗ്സ്. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ. അപ്പോൾ നമ്മുടെ മ്ലോപ്പിനെ ഡോഗ്സ് ഓടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഡോഗ്സ് വന്ന് കുറച്ച് പേടിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഐറിനോട് സംസാരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐറിൻ, വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ, വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത്, എന്താ ഇവിടെ നിൽക്കണമെന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാം. അപ്പം ലോപ്പൻ എന്ത് പറയാം, ടു ഡോഗ്സ് കെയിം ടു അറ്റാക്ക് മീ, 2 ഡോഗ്സ് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. അതായത് ഓൾറെഡി ലോപ്പിനെ ഈ ഡോഗ്സ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ആരെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ മാഡം രക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ശരി നീ വീട്ടിൽ കയറി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് മാഡം പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് സിസ്റ്റർ വരുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഐറിൻ ചോദിക്കുമായിരിക്കും, വൈ ഡിഡ് യു ഗോ ഇൻസൈഡ്? അപ്പോൾ നീ എന്തിനാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കടന്നതെന്ന് ചോദിക്കും. കാരണം ഐറിൻ പറഞ്ഞിട്ടുണ്ട് ഐറിൻ്റെ കൂടെ അല്ലാണ്ട് ഒരിക്കലും അകത്ത് കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ലോപ്പ് പറയാം, ഐ കെയിം അറ്റ് ദ യൂഷ്വൽ ടൈം, ഐ തോട്ട് യു വുഡ് ബി ഹിയർ.
ഞാൻ സാധാ സമയത്ത് തന്നെ വന്നേ, പക്ഷേ നീ ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാണ് പറയുന്നത്. ആരും ഡിഡ് ദേ ബൈറ്റ് യു? അപ്പോൾ ഡോഗ്സ് നിന്നെ ബൈറ്റ് ചെയ്തോ എന്ന് ചോദിക്കാം. ബ്ലോ പറയും നോ മാഡം കെയിം ഓൺ ദ റൈറ്റ് ടൈം ആൻഡ് സേവ്ഡ് മീ. അപ്പോൾ ഇല്ല, മാഡം കറക്റ്റ് ടൈമിൽ വന്ന് എന്നെ രക്ഷിച്ചു. അപ്പോൾ ഐറൺ ടെൻഷൻ ആവണം. ഓ ഗോഡ് ഡിഡ് മാഡം സീ യു? അയ്യോ മാഡം നിന്നെ കണ്ടോ? കാണാൻ പാടില്ലല്ലോ. അപ്പോൾ മാഡം അറിയാതെയാണല്ലോ അവളവിടെ താമസിക്കുന്നത്. ബ്ലോപ്പ് പറയും യെസ് ഷീ കെയിം ഹിയർ ആൻഡ് സോ മീ. അവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐറൺ എന്ത് പറയും? വാട്ട് ഷുഡ് ഐ ടെൽ ഹർ നൗ? ഞാൻ ഇനിയിപ്പോൾ എന്താ അവരുടെ അടുത്ത് പറയുക? ഐ ഹാഡ് സം വർക്ക്സ് ടു ഡു. എനിക്ക് കുറച്ച് വർക്ക്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ ആം ലേറ്റ്. അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. ബട്ട് യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ. പക്ഷെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, നമുക്ക് ഒന്നിച്ച് പോരായിരുന്നല്ലോ. മുലോപ്പ് പറയണേ ഐ ടോൾഡ് ഹെർ ഐ ജസ്റ്റ് വിസിറ്റഡ് ടു സീ യു. മുലോപ്പ് പറയില്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നെ കാണാൻ വന്നു എന്നാണ് മുലോപ്പിനോട് പറഞ്ഞത്. ഞാൻ ഇവിടെ താമസിക്കുകയാണെന്നൊന്നും ആൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഐറിന് സമാധാനമാണ്. താങ്ക് ഗോഡ് ഡോണ്ട് റിപ്പീറ്റ് ദിസ് ഫൂളിഷ്നെസ് എനിമോർ നൗ ലെറ്റ് us go in. അപ്പോൾ ഇനി ഈ മണ്ടത്തരം ഇനി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അകത്ത് പോകുന്നു പറഞ്ഞിട്ട് ആൾ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ആ ഒരു കോണ്ടാക്ട്സ് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴും കോൺവെർസേഷനൽ ലെറ്റേഴ്സൊക്കെ എഴുതുന്ന സമയത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു.